അമേരിക്കൻ പ്രസിഡന്റ് ഒരാൾക്കൊരു കത്ത് അയക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ? കത്ത് അയക്കുന്നത് ജെഫ്രി എപ്സ്റ്റീന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഡൊണാൾഡ് ട്രംപ് എഴുതിയ ഒരു കത്ത് ഇന്ന് ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികളെ വരെ പീഡനത്തിന് ഇരയാക്കിയ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് എഴുതിയ ബർത്ത്ഡേ സന്ദേശം അടങ്ങിയ കത്തിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കത്തിന്റെ ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരത്തിന്റേത് പോലെ തോന്നിക്കുന്ന ഒരു ചിത്രം. അതിൽ സ്നേഹപൂർവ്വം തന്റെ നീണ്ടകാല സുഹൃത്തായ ജെഫ്രി എപ്സ്റ്റീന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഒരു സന്ദേശവും എഴുതിയിട്ടുണ്ട്. പോരാത്തതിന് ഫീമെയിൽ ശരീരത്തിന്റെ പ്രൈവറ്റ് പാർട്ട് വരുന്ന സ്ഥലത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സിഗ്നേച്ചറും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പ്രൈവറ്റ് ദ്വീപിൽ വമ്പന്മാർക്ക് വേണ്ടി കൊച്ചുകുട്ടികളെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച ഒരു വൃത്തികെട്ടവനാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. ആ ഒറ്റപ്പെട്ട ദ്വീപിൽ അയാൾ നടത്തിയിരുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ ചെന്നിരുന്ന ഒരുപാട് പ്രമുഖന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു പേരാണ് ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റേത്. മുൻപും ട്രംപ് എപ്സ്റ്റീൻ എഴുതിയിരുന്ന ഈ കത്തിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ മാസം 8-ാം തീയതിയാണ് ഡെമോക്രാറ്റ്സ് ഈ കത്തിന്റെ ഒറിജിനൽ കോപ്പി പബ്ലിക്കലി റിലീസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു പൊളിറ്റീഷ്യൻ പറയുന്നത് പോലെ ട്രംപും ഈ ആരോപണങ്ങളെല്ലാം കള്ളത്തരമാണ് എന്നുള്ളതും ആ കത്ത് തന്നെ ഫേക്കും അതിൽ തന്റെ സിഗ്നേച്ചർ അല്ല വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കത്ത് ഫേക്ക് ആണോ?